A 30 centimeter into 15 centimeter venturimeter is placed in a vertical pipe line carrying oil of specific gravity 0.9, the flow being upward. The difference in elevation of throat section and entrance section of the venturimeter is 30 centimeter. The differential U-tube manometer shows a gauge deflection of 25 centimeter. Calculate discharge of oil, pressure difference between entrance section and throat section. Take the coefficient of discharge as 0.98 and the specific gravity of mercury as 13.6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് ഒരു 30 സെന്റിമീറ്റർ ഇൻറ്റു 15 സെന്റിമീറ്റർ വെഞ്ചുറിമീറ്റർ ഒരു വെർട്ടിക്കൽ പൈപ്പ് ലൈനിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. സോ വെഞ്ചുറിമീറ്ററിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പൊസിഷൻ ആണ്. സോ വെഞ്ചുറിമീറ്റർ നമുക്കറിയാം ഇതുപോലൊരു കൺവേർജിങ് ഡൈവേർജിങ് സെക്ഷൻ ഉള്ളതാണ് വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്ററിന് ഒരു ഇൻലെറ്റും ഒരു ത്രോട്ടും ഉണ്ടാവും. സോ ദിസ് വൺ ഈസ് ഇൻലെറ്റ് ആൻഡ് ദിസ് വൺ ഈസ് ത്രോട്ട്. ആ ത്രോട്ടിന്റെയും ഇൻലെറ്റിന്റെയും ഡയമീറ്റേഴ്സ് ആണ് നമുക്ക് 30 into 15 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. സോ ഇൻലെറ്റിന്റെ ഡയമീറ്റർ ആണ് 30 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ത്രോട്ടിന്റെ ഡയമീറ്റർ ആണ് 15 സെന്റിമീറ്റർ. ഓക്കെ. അതുപോലെ തന്നെ ഇൻലെറ്റിന്റെയും ത്രോട്ടിന്റെയും എലിവേഷൻ ഡിഫറൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ലെങ്ത് തന്നിട്ടുണ്ട്. അത് 30 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ വെഞ്ചുറിമീറ്ററിന്റെ ഒരു യൂട്യൂബ് മാനോമീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്കറിയാം. ആ വെഞ്ചുറി മാനോമീറ്ററിന്റെ യൂട്യൂബ് മാനോമീറ്ററിന്റെ ഫ്ലൂയിഡിന്റെ ലെവൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് ഓഫ് ഓയിലും അതുപോലെ തന്നെ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് സെക്ഷൻ ആൻഡ് ത്രോട്ട് സെക്ഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്ചാർജ് Q is equal to CD into A1 A2 divided by root of A1 square minus A2 square into root of 2GH ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിനകത്ത് സി ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.98 ആണ് സി ഡിയുടെ വാല്യൂ. A1 A2 എന്നൊക്കെ പറയുന്നത് A1 എന്ന് പറയുന്നത് ഇൻലെറ്റിന്റെ ഏരിയ ആണ് A1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔട്ട്ലെറ്റിന്റെ ഏരിയ ആണ് ത്രോട്ടിന്റെ ഏരിയ ആണ് A2 എന്ന് പറയുന്നത്. സോ ഇൻലെറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻലെറ്റിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇൻലെറ്റിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് A1 is equal to നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ equal to pi by 4 D1 സ്ക്വയർ ആണ്. സോ D1 is equal to നമുക്കറിയാം D1 equal to 30 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നു. 30 സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് 30 into 10 raised to minus 2 മീറ്റർ എന്ന് കൺവേർട്ട് ചെയ്ത് സോ D1 is equal to 30 into 10 raised to minus 2 മീറ്റർ ആണ്. സിമിലർലി A2 ത്രോട്ട് ഏരിയ ആണ് A2 എന്ന് പറയുന്നത്. that will be equal to pi by 4 D2 square ആണ്. D2 being the diameter of throat equal to 15 into 10 raised to minus 2 meter. ഓക്കെ. ഇത് രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് A1 A2 വാല്യൂസ് നമുക്ക് കിട്ടും. ദെൻ നമുക്ക് അടുത്ത വാല്യൂ വേണ്ടാണ് Hന്റെ വാല്യൂ വേണം. H ഈക്വൽ ടു ഹെഡ് കോസിംഗ് ഫ്ലോ ആണ്. H ഈക്വൽ ടു മാനോമീറ്ററിന്റെ H ഈക്വൽ ടു specific gravity of manometric fluid divided by specific gravity of fluid flowing through the venturimeter minus 1 into X ആണ് അതിന്റെ ഇക്വേഷൻ. അതായത് S of Hg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാനോമെട്രിക് ഫ്ലൂയിഡിൽ ഏത് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് S of Hg. ദെൻ S of oil എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ ആണ്. അതായത് ആ വെഞ്ചുറിമീറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ആയിരുന്നു അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ എന്ന് എടുക്കുക. അപ്പോൾ അതിനകത്ത് വാട്ടർ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അതിനകത്ത് എടുക്കണം. ഓയിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. സോ വാട്ടർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഓയിൽ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഇവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെഞ്ചുറിമീറ്ററിലെ മെർക്കുറി ലെവലിന്റെ ഡിഫറൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിനകത്ത് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അതായത് specific gravity of mercury എന്ന് പറയുന്നത് 13.6 ആണെന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ അത് 13.6 ആണെന്ന് തന്നെ എടുക്കുക. Specific gravity of oil
equal to 0.9 ആണെന്ന് തന്നിട്ടുണ്ട്, minus 1 into x equal to നമുക്കറിയാം 25 സെന്റിമീറ്റർ ആണ് അതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25 സെന്റിമീറ്റർ ആണ് അതിന്റെ ഗേജ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗേജ് ഡിഫ്ലക്ഷൻ മീൻസ് ആ എക്സ് വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ എക്സ് വാല്യൂ ഈക്വൽ ടു 25 ഇൻറ്റു 10⁻⁻2 മീറ്റർ ആണ്. 25 സെന്റിമീറ്ററിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയുള്ള ഫാക്ടറാണ് 10⁻². ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എച്ചിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. സോ ആ എച്ചിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ക്യൂവിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ക്യൂവിന് ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വെഞ്ചുറി മീറ്റർ ഹൊറിസോണ്ടൽ ആയാലും വെർട്ടിക്കൽ ആയാലും ഇൻക്ലൈൻഡ് ആയാലും നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. സോ ഇതിന്റെ ഡിസ്ചാർജ് ക്യൂവിന്റെ വാല്യൂ വരുന്നത് 0.148 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇൻലെറ്റും അതുപോലെ ത്രോട്ട് സെക്ഷനും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്ററിൽ നമുക്ക് രണ്ട് സെക്ഷൻസ് ആണ് ഇൻലെറ്റും ത്രോട്ട് എന്ന് പറയുന്നത്. ഇൻലെറ്റിന്റെ സെക്ഷൻ 1 ആയിട്ട് എടുക്കുന്നു, ത്രോട്ടിന്റെ സെക്ഷൻ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് P1 ആണ് ഇൻലെറ്റിലെ പ്രഷർ, P2 ആണ് ത്രോട്ടിലെ പ്രഷർ. സോ P1 മൈനസ് P2 ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, P1 മൈനസ് P2 കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ നമുക്ക് H is equal to P1 by rho G plus Z1 minus P2 by rho G plus Z2 ആണ് ജനറൽ ആയിട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് H ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. H is equal to 3.52 മീറ്റർ ആണ്. H equal to മീറ്റർ ഓഫ് വാട്ടർ ആണ് H എന്ന് പറയുന്നത്. സോ ഈക്വൽ ടു നമുക്ക് ഈ ഇക്വേഷൻ കുറച്ചുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. P1 by rho G minus P2 by rho G plus Z1 minus Z2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ Z1 മൈനസ് Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെവൽ ഡിഫറൻസ് ആണ് Z1 മൈനസ് Z2. അതായത് നമുക്കറിയാം അതിന്റെ ഇൻലെറ്റിന്റെ ഹൈറ്റ് ആണ് Z1 എന്ന് പറയുന്നത്, ത്രോട്ടിന്റെ ഹൈറ്റ് ആണ് Z2 എന്ന് പറയുന്നത്. സോ ഈ ലെവൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കറിയാം, 30 സെന്റിമീറ്റർ ആണ് ഈ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. സോ Z2 മൈനസ് Z1 is equal to 30 സെന്റിമീറ്റർ ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ Z1 മൈനസ് Z2 എന്നാണ് വന്നിരിക്കുന്നത്. അത് തിരിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് P1 മൈനസ് P2ന്റെ വാല്യൂ എഴുതാൻ പറ്റും. സോ Z2 മൈനസ് Z1 എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂ സൈൻ തിരിഞ്ഞു വരും. സോ മൈനസ് Z2 മൈനസ് Z1 എന്ന് വരും. സോ Z2 മൈനസ് Z1 is equal to 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്ററിന് കൺവേർട്ട് ചെയ്തിട്ട് തരുന്നു 30 into 10⁻⁻2 എന്ന് വരും. സോ P1 മൈനസ് P2 by rho G കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ that will be equal to H minus 30 into 10⁻⁻2 എന്ന് പറയും. സോ that will be equal to 3.52 ഇവിടെ പ്ലസ് ആണ് വരുന്നത്, പ്ലസ് സൈൻ ആണ്. H plus 30 into 10⁻⁻2 എന്ന് വരും. 3.52 plus 0.3 എന്ന് വരും. So that will be equal to 3.82 meter of oil എന്നാണ് വരുന്നത്. So P1 minus P2 by rho G equal to 3.82 meter of oil എന്ന് വരും. അതിനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ സോ P1 minus P2 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ P1 minus P2 is equal to 3.82 into rho G എന്ന് വരും. 3.82 into rho എന്ന് പറഞ്ഞാൽ റോ ഓഫ് ഓയിൽ ആണ്, ഓയിലിന്റെ ഡെൻസിറ്റി ആണ് ഇവിടെ എടുക്കേണ്ടത്. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ റോ ഓഫ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിരിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ 0.9 ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ
സ്പെസിഫിക് ഗ്രാവിറ്റിയെ ഡെൻസിറ്റി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 900 ആണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 9.81 ആണ് അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് P1 മൈനസ് P2 എത്രയാണെന്ന് ഓക്കെ. അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഓറിഫൈസ് മീറ്ററിൻ്റെ ആണ്. ഓറിഫൈസ് മീറ്റർ is inserted in a pipe of 30 cm diameter. The pressure difference measured by mercury oil differential manometer is on the two sides of the orifice meter gives a reading of 15 cm of mercury. Okay, അപ്പോൾ സെയിം വാല്യൂസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതിനകത്ത് ലെവൽ ഡിഫറൻസ് മാത്രം 50 സെൻറ്റിമീറ്റർ ആയെന്ന് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമുക്കറിയാം ഓറിഫൈസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൽ ഒരു ഫിക്സ് ചെയ്യുന്ന ഒരു മെറ്റാലിക് പ്ലേറ്റ് ആണ് ഓറിഫൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ മെറ്റാലിക് പ്ലേറ്റിൽ ഒരു ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഹോളിൻ്റെ ഡയമീറ്റർ ആണ് ഓറിഫൈസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. ആ ഓറിഫൈസിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. സോ 15 സെൻറ്റിമീറ്റർ ആണ് ഓറിഫൈസിൻ്റെ ഡയമീറ്റർ. പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. സോ D1 is equal to 30 സെൻറ്റിമീറ്റർ. D2 എന്ന് പറയുന്ന ഓറിഫൈസ് ഡയമീറ്റർ ആണ്. സോ D2 is equal to 15 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു U2 മാനോമീറ്റർ ഉണ്ട്. ആ U2 മാനോമീറ്ററിൽ ലെവൽ ഡിഫറൻസും തന്നിട്ടുണ്ട്. ലെവൽ ഡിഫറൻസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 50 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ വെഞ്ചറിമീറ്ററിൻ്റെ ഇക്വേഷൻ തന്നെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇക്വേഷൻ ഡിസ്ചാർജ് Q is equal to CD into A1 A2 divided by root of A1 square minus A2 square into root of 2GH എന്നാണ് ഇക്വേഷൻ വരുന്നത്. സിഡിയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. CD is equal to 0.64 എന്ന് തന്നിട്ടുണ്ട്. സോ 0.64 ആണ് CD, 0.64. ദെൻ A1 is equal to നമുക്കറിയാം A1 എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഏരിയ ആണ്, പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5/4 D1 square. Then A2 is equal to 5/4 D2 square. ഓറിഫൈസിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് A2. Then H is equal to H head causing flow. H equation സെയിം തന്നെയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ. ഓയിൽ തന്നെയാണ് അതിനകത്ത് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. -1 ഇൻറ്റു എക്സ് ആണ് എച്ചിൻ്റെ വാല്യൂ. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കിവിടെ നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ ഈക്വൽ ടു 0.9 ആണെന്ന് തന്നിട്ടുണ്ട്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ ഈസ് ഈക്വൽ ടു 0.9. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 0.9 അല്ലെങ്കിൽ 0.8 വാല്യൂസ് എടുക്കാം. 0.9 -1 ഇൻറ്റു എക്സ് ഈക്വൽ ടു ആ മെർക്കുറി ലെവലിൻ്റെ ഡിഫറൻസ് ആണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. അത് എക്സ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. സോ 15നെ കൺവേർട്ട് ചെയ്തിട്ട് 50 ഇൻറ്റു 10⁻⁻² എന്നെഴുതുക. സോ നമുക്ക് എച്ചിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. ആ എച്ചിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡിസ്ചാർജിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. A P2 tube is inserted in a pipe of 300 mm diameter. The static pressure in the pipe is 100 mm of mercury vacuum. The stagnation pressure at the center of the pipe recorded by the P2 tube is 0.981 Newton per centimeter square. Calculate the rate of flow of water through the pipe if the mean velocity of flow is 0.8 times the central line velocity. Take CV is equal to 0.98. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ P2 ട്യൂബിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, P2 ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോ മെഷീൻ ഡിവൈസ് ആണ്. അത് നമുക്ക് ഓപ്പൺ ചാനൽ ഫ്ലോയിലോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫ്ലോയിലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ P2 ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ളൊരു ട്യൂബാണ്. അത് നമുക്ക് ഒരു
പൈപ്പ് ഫ്ലോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പൈപ്പ് ഫ്ലോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് മിഡിൽ ഓഫ് ദി പൈപ്പിലാണ് ഈ പിറ്റോ ട്യൂബ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പിറ്റോ ട്യൂബിൽ ഒരു ലെവൽ ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ലെവൽ ഓഫ് ഫ്ലൂയിഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തെ സ്റ്റാഗ്നേഷൻ പ്രഷറിനെയാണ് ആ ലെവൽ ഓഫ് ഫ്ലൂയിഡ് കാണിക്കുന്നത്. സ്റ്റാഗ്നേഷൻ പ്രഷർ. ഓക്കെ. അതുകൂടാതെ നമുക്ക് ഈ ഒരു പൈപ്പിൽ ചെറിയൊരു പ്രഷർ ടാപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഹൈറ്റിനെ പറയുന്ന പേരാണ്, ഇവിടം വരെയുള്ള ഈ ഹൈറ്റിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് പ്രഷർ. ആ സ്റ്റാറ്റിക് പ്രഷർ ഹെഡും ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സേ എച്ച് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പിൽ കൂടി പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, അതായത് പൈപ്പ് എവിടെ ഇൻസേർട്ട് ചെയ്യുന്നു ആ പൈപ്പിന്റെ, അതായത് പിറ്റോ ട്യൂബ് എവിടെ ഇൻസേർട്ട് ചെയ്യുന്നു ആ സ്ഥലത്തുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is equal to CV into root of 2GH ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഡിഫറൻസ് ആണ്. H നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എന്നാണ് H ന്റെ വാല്യൂ വരുന്നത്. നമ്മളിവിടെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഹൈറ്റ് ആയതുകൊണ്ട് ആ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്നാണ് പറയാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഹൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഹൈറ്റ് ആയതുകൊണ്ട് അതിനെ സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് എന്നാണ് വിളിക്കുന്നത്. സോ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ആണ് H എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ CV into root of 2GH ആണ്. അപ്പോൾ അതുകൂടാതെ ഈ പൈപ്പ് ഫ്ലോയിൽ നമുക്കൊരു വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൽ ഫ്ലോ നടക്കുന്ന സമയത്ത്, ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കാം, ആ പൈപ്പിൽ ഫ്ലോ നടക്കുമ്പോൾ ആ പൈപ്പിലുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഇതുപോലെ ഒരു പാരാബോളിക് ആയിട്ടുള്ള പ്രൊഫൈൽ ആയിരിക്കും ഉണ്ടാവും. അതായത് പൈപ്പിന്റെ സെന്ററിൽ ഏറ്റവും കൂടുതൽ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ സെന്ററിൽ നിന്ന് ഈ പൈപ്പിന്റെ വാളിനോട് അടുത്ത് വരുംതോറും വെലോസിറ്റി കുറഞ്ഞായിരിക്കും വരും. സോ നമുക്ക് പിറ്റോ ട്യൂബ് എവിടെ ഇൻസേർട്ട് ചെയ്യുന്നു ആ അവിടുത്തെ വെലോസിറ്റി ആയിരിക്കും ആ പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുക. സെന്ററിൽ ഇൻസേർട്ട് ചെയ്താൽ പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്ന സെന്ററിലെ വെലോസിറ്റി ആയിരിക്കും. ഇനി ഇതല്ല, ഇവിടെയാണ് പിറ്റോ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കും പിറ്റോ ട്യൂബ് മെഷർ ചെയ്യുന്നത്. സോ സാധാരണ രീതിയിൽ പൈപ്പ് പിറ്റോ ട്യൂബിന്റെ കേസിൽ പറയുമ്പോൾ ഈ സെൻട്രൽ ലൈൻ വെലോസിറ്റി ആയിരിക്കും സാധാരണ പറയുക. അപ്പോൾ ആ സെൻട്രൽ ലൈനിന്റെ വെലോസിറ്റിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. The mean velocity of flow is 0.8 times the central line velocity. അതായത് V average അല്ലെങ്കിൽ velocity average is equal to 0.8 times velocity measured by pitot tube ആണ്. കാരണം pitot tube പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെൻട്രൽ പോർഷനിലാണ് pitot tube പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് അതിന്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്കത് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, പിറ്റോ ട്യൂബിന്റെ സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും തന്നിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് 0.98 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ് സാധാരണ സ്റ്റാഗ്നേഷൻ പ്രഷർ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ പ്രഷറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. കാരണം നമ്മളെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു യൂണിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ എല്ലാ യൂണിറ്റുകളെയും നമ്മൾ കൺവേർട്ട് ചെയ്ത് മീറ്റർ ഓഫ് വാട്ടറിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ. കാരണം അതിനകത്തുകൂടി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് വാട്ടർ ആയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ മീറ്റർ ഓഫ് വാട്ടറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് തന്നിരിക്കുന്ന 0.981 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. സോ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അതിനെ സ്റ്റാഗ്നേഷൻ പ്രഷറിനെ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടി 0.981 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി 0.981 into 10⁻⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ മീറ്റർ ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റാഗ്നേഷൻ പ്രഷറിനെ നമ്മൾ ഡിവൈഡ് ബൈ ρg ചെയ്യും. കാരണം നമുക്കറിയാം ρg h is equal to എന്താണ് നമുക്കറിയാം, ρg h equal to പ്രഷർ ആണെന്ന് നമുക്കറിയാം. സോ പ്രഷർ വാല്യൂ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 0.981. സോ 0.981
into 10 raised to minus 4 equal to rho g h ആണ്. h എന്ന് പറഞ്ഞാൽ stagnation pressure head ആണ് h എന്ന് പറഞ്ഞാൽ. stagnation pressure head ആണ് h എന്ന് പറഞ്ഞാൽ. So h capital H നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. So capital H is equal to 0.981 into 10 raised to minus 4 divided by rho g ചെയ്യാം. rho g rho equal to 1000, g is equal to 9.8. So 0.981 into 10 raised to minus 4 divided by rho of water equal to 1000 ആണ് നമുക്കറിയാം. മീറ്റർ ഓഫ് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ റോ ഇസ് ഈക്വൽ ടു 1000 എന്ന് എഴുതുന്നത്. ഇൻറ്റു 9.81 ചെയ്യാം. അപ്പോൾ നമുക്ക് എച്ച് എത്രയാണെന്ന് കിട്ടും. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എത്രയാണെന്ന് കിട്ടും. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് is equal to h is equal to നമുക്ക് കിട്ടുന്ന 1 meter of water എന്ന് കിട്ടും. ദെൻ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ള സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ആണ്. സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് തന്നിരിക്കുന്നത് 100 mm of hg എന്നാണ് തന്നിരിക്കുന്നത്. 100 mm of hg വാക്യൂം എന്നാണ് തന്നിരിക്കുന്നത്. സോ വാക്യൂം മീൻസ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. സോ അതിന് നമുക്കൊരു മൈനസ് വാല്യൂ ഇമ്പോസ് ചെയ്യാം. സോ മൈനസ് mm of hg ആണ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് മെർക്കുറി ആണ്. സോ ആ ഇൻ ടേംസ് ഓഫ് മെർക്കുറിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? തിരിച്ച് വാട്ടറിന്റെ പ്രഷർ ഹെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഇക്വേഷൻ ആണ് റോ ജി എച്ച് ഈക്വൽ ടു റോ ജി എച്ച് ഇസ് ഈക്വൽ ടു റോ ജി എച്ച്. ഈക്വൽ പ്രഷർ ആണ്. സെയിം യൂണിറ്റ്, സെയിം പ്രഷർ വാല്യൂ ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അതായത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു acceleration due to gravity into height of water ആണ് h1 എന്ന് പറയുന്നത്. സോ h1 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ്. സോ h1 equal to rho g h ആണ്. റോ ഓഫ് മെർക്കുറി hg ആണ്. മെർക്കുറിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ. സോ റോ ഓഫ് മെർക്കുറി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് ഓഫ് മെർക്കുറി hg ആണ്. സോ റോ ഓഫ് വാട്ടർ നമുക്കറിയാം 1000 ആണ്. ഇൻറ്റു g is equal to 9.81 ഇൻറ്റു h1 ആണ് നമുക്ക് വേണ്ടത്. സോ h1 is equal to ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13,600 കാണാണ്ട വാല്യൂ ആണ്. ഇൻറ്റു g is equal to 9.81 ഇൻറ്റു h of hg height of mercury is equal to 100 mm of mercury ആണ്. So 100 minus 100 into 10 raised to minus 3. 100 എടുക്കുന്നതിന്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വാക്യൂം പ്രഷർ ആയതുകൊണ്ടാണ് -100 എടുക്കുന്നത്. സോ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന that will be equal to h1 is equal to, that is static pressure head equal to h1 is equal to minus 1.36 meter of water എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് h എത്രയാണെന്ന് കണ്ടുപിടിക്കാം. h is equal to capital H minus h1 ആണ്. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ആണ് സ്മോൾ h എന്ന് പറയുന്നത്. സോ സ്മോൾ h is equal to h1 minus h. So 1 minus of 1.36 കിട്ടും. So 2.36 ആണ് സ്മോൾ h is equal to. So നമുക്ക് വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. വെലോസിറ്റി അറ്റ് ദി സെന്റർ, കാരണം പ്ലേസ് ചെയ്തിരിക്കുന്ന സെന്ററിലായതുകൊണ്ട് വെലോസിറ്റി അറ്റ് ദി സെന്റർ v is equal to, velocity equal to ഇക്വേഷൻ നോക്കട്ടെ, v is equal to cv into root of 2gh ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി എത്രയാണെന്ന് കിട്ടും. സോ വെലോസിറ്റി is equal to 6.66 meter per second എന്ന് കിട്ടും. സോ വെലോസിറ്റി അറ്റ് സെന്റർ ആണ് v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിനകത്ത്
സിവിയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. സിവിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.98 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വെലോസിറ്റി അറ്റ് സെന്റർ എത്രയാണെന്ന് കിട്ടും. സോ നമുക്ക് ആവറേജ് വെലോസിറ്റി ആണ് നമുക്ക് പക്ഷെ കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.85 ടൈംസ് സെൻട്രൽ ലൈൻ വെലോസിറ്റി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ആവറേജ് നമുക്ക് കിട്ടും. സോ വി ആവറേജ് ഈസ് ഈക്വൽ ടു 5.67 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ആവറേജ് വെലോസിറ്റി കിട്ടുന്നത്. സോ ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി അല്ല, ഡിസ്ചാർജ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ആണ്. റേറ്റ് ഓഫ് ഫ്ലോ ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്യണം. സോ വെലോസിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് ആവറേജ് വെലോസിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 5/4 d സ്ക്വയർ ആണ് ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ, ഇൻറ്റു ആവറേജ് വെലോസിറ്റി 5.67 ആണ് ആവറേജ് വെലോസിറ്റി. അതിനകത്ത് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് പൈപ്പ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് പൈപ്പ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് പൈപ്പ് നമുക്ക് ക്വസ്റ്റിൽ നോക്കാം. ഡയമീറ്റർ ഓഫ് പൈപ്പ് ഈക്വൽ ടു diameter of pipe equal to 300 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ 300 into 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക dq വരാം. സോ നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ എത്രയാണെന്ന് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി സോ റേറ്റ് ഓഫ് ഫ്ലോ ഇസ് ഈക്വൽ ടു 0.4006 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ ഡിസ്ചാർജിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ പിറ്റോ ട്യൂബിന്റെ കൂടെ മാനോമീറ്ററിന്റെ ഒരു കാര്യം കൂടി വരാം. സോ മാനോമീറ്ററും പിറ്റോ ട്യൂബും കൂടി ഒരുമിച്ച് ഫിക്സ് ചെയ്യുന്ന കേസിൽ നമുക്ക് മാനോമീറ്ററിന്റെ ഇക്വേഷൻ പിറ്റോ ട്യൂബിന്റെ ഇക്വേഷൻ വരുന്ന സെയിം തന്നെയാണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു CV ഇൻറ്റു √2GH ആണ് ഇക്വേഷൻ വരുന്നത്. അതിനകത്ത് CV ഈസ് ഈക്വൽ ടു ചിലപ്പോൾ സിവിയുടെ വാല്യൂ തന്നിട്ടില്ല. സിവിയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് CV ഈസ് ഈക്വൽ ടു 1 ആയിട്ട് എടുക്കാം. അതിനകത്ത് H ഈസ് ഈക്വൽ ടു മാനോമീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ H ഈസ് ഈക്വൽ ടു നമ്മൾ വെഞ്ചിറോമീറ്ററിൽ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ത് ഫ്ലൂയിഡ് ആണ് നമ്മൾ എയർ ആണെങ്കിൽ എയർ, അല്ലെങ്കിൽ വാട്ടർ ആണെങ്കിൽ വാട്ടർ. സോ എയർ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് -1 ഇൻറ്റു ഹൈ ഡിഫറൻസ് ഓഫ് മെർക്കുറി HX ചെയ്യുന്ന സമയത്ത് നമുക്ക് H എത്രയാണെന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.